നമസ്കാരം. പശ്ചിമേഷ്യയിലെ രണ്ട് പ്രധാനപ്പെട്ട സൈനിക ശക്തികളാണ് ഈജിപ്തും ഇസ്രായേലും. 1979 മുതൽ ഒരു സന്ധിയിലാണെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ ഒരു സംഘർഷത്തിനുള്ള സാഹചര്യം കാണിക്കുന്നുണ്ട്. ഗസ യുദ്ധം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കെ ഗസ നിവാസികളെ പൂർണ്ണമായും ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സീനായ് മരുഭൂമിയിലേക്ക് പുറന്തള്ളാനായിട്ട് ഇസ്രായേൽ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇത് ഈജിപ്തിൽ വലിയ തരത്തിലുള്ള അസ്ഥിരതയ്ക്കും പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ചെറുക്കാനായി ഈജിപ്തും ഇപ്പുറത്ത് വലിയ സൈനിക സന്നാഹങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക ശേഷിയെക്കുറിച്ച് നമുക്കൊരു താരതമ്യം നടത്തി നോക്കാം. സൈനിക റാങ്കിംഗ് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ലോക സൈനിക റാങ്കിൽ 15ാം സ്ഥാനത്താണുള്ളത്. ഈജിപ്റ്റ് ആവട്ടെ 19ാം സ്ഥാനത്തും. സൈനികരുടെ എണ്ണത്തിൽ ഈജിപ്താണ് മുന്നിൽ. 4,40,000 സൈനികരാണ് ഈജിപ്തിനുള്ളത്. ഇസ്രായേലിന് 1,75,000 സൈനികരും. റിസർവ് സൈനികർ ഇരുവർക്കും ഏകദേശം തുല്യമാണ്. ഈജിപ്തിന് 4,80,000 ഇസ്രായേലിന് 4,65,000. കരസേന നോക്കുകയാണെങ്കിൽ ഈജിപ്തിന് 3,620 ടാങ്കുകളുണ്ട്. 41,000 സൈനിക വാഹനങ്ങളും 2,500 പീരങ്കികളും ഈജിപ്തിന് ഉണ്ട്. ഇസ്രായേലിൽ 1,650 ടാങ്കുകൾ ഉണ്ട്. അതിൽ അത്യാധുനികമായ മെർക്കാവ ടാങ്കുകൾ 500 എണ്ണമുണ്ട്. കൂടാതെ 7,500 സൈനിക വാഹനങ്ങൾ, 1000 പീരങ്കികൾ ഇവയെല്ലാം ഇസ്രായേലിൻ്റെ കൈവശമുണ്ട്. വ്യോമസേന നോക്കുകയാണെങ്കിൽ ഈജിപ്തിന് 1093 വിമാനങ്ങൾ ഉണ്ട്. ഇതിൽ 238 ഫൈറ്റർ ജെറ്റുകൾ, 90 അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ, 348 ഹെലികോപ്റ്ററുകൾ ഇങ്ങനെയെല്ലാം ഈജിപ്തിൻ്റെ കൈവശമുണ്ട്. ഇസ്രായേലിനാകട്ടെ 612 വിമാനങ്ങൾ ആണുള്ളത്. ഇവയിൽ തന്നെ 241 ഫൈറ്റർ ജെറ്റുകളുണ്ട്. 23 അറ്റാക്ക് എയർക്രാഫ്റ്റുകളും 128ഓളം ഹെലികോപ്റ്ററുകളും ഇസ്രായേലിനും കൈവശമായുണ്ട്. ഇവയിൽ മികച്ച വിമാനങ്ങൾ ഉപയോഗിക്കുന്നതായി കണക്കാക്കുന്നത് ഇസ്രായേലിനെയാണ്. ഇസ്രായേലിൻ്റെ കൈവശം അമേരിക്കൻ നിർമ്മിതമായ 5ാം തലമുറയിൽപ്പെട്ട F-35 യുദ്ധവിമാനങ്ങൾ ഉണ്ട്. ഇവ ഏതാണ്ട് 40-50 എണ്ണം ഇസ്രായേൽ കൈവശം വെച്ചിരിക്കുന്നു എന്നാണ് അറിവ്. കൂടാതെ അമേരിക്കൻ നിർമ്മിതമായ F-16, F-15, F-22 റാപ്റ്റർ ഇവയും ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട്. ഈജിപ്തിൻ്റെ കൈവശമുള്ളവയും അത്ര മോശപ്പെട്ട എയർക്രാഫ്റ്റുകളല്ല. ചൈന, ഫ്രാൻസ്, റഷ്യ, USA എന്നീ രാജ്യങ്ങളിൽ നിർമ്മിച്ച വിമാനങ്ങളാണ് ഈജിപ്ത് ഉപയോഗിക്കുന്നത്. അമേരിക്കൻ നിർമ്മിത F-16 ഫാൽക്കൺ, ഫ്രഞ്ച് ഡസോൾട്ട്, റഫാൽ, മിറാഷ് 200, മിറാഷ് 5 എന്നിങ്ങനെയും പിന്നീട് റഷ്യ നിർമ്മിച്ച MiG-21, MiG-29 M2, സുഖോയ് 24, Su-24 MK തുടങ്ങിയവയും കൂടാതെ ചൈനീസ് നിർമ്മിതമായ ചെങ്ദു J-10CE പോലെയുള്ള പുതിയ നിലയിലുള്ള വിമാനങ്ങളും ഈജിപ്തിൻ്റെ കൈവശമുണ്ട്. ഇങ്ങനെ ഒരു വൈവിധ്യമായ നിരയാണ് ഈജിപ്ത് എയർഫോഴ്സിനുള്ളത്. ഇതിൽ ചെങ്ഡു J-10 വിമാനങ്ങളും റഫാൽ വിമാനങ്ങളുമെല്ലാം വളരെയധികം അത്യാധുനികമായ വിമാനങ്ങളാണ്. നേവി ഫോഴ്സ് നോക്കുകയാണെങ്കിൽ ഈജിപ്തിന് 8 അന്തർവാഹിനികളും 62 പട്രോൾ ബോട്ടുകളും 13 ഫ്രിഗേറ്റുകളും അടക്കം 150ഓളം പടക്കപ്പലുകളുണ്ട്. ഇസ്രായേലിനാവട്ടെ 6 അന്തർവാഹിനികളും 7 കോർവെറ്റുകളും 30ഓളം പട്രോൾ ബോട്ടുകളും ഉൾപ്പെടെ 65ഓളം കപ്പലുകൾ ഉണ്ട്. ഡ്രോൺ സാങ്കേതിക വിദ്യ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ വളരെ മുന്നിലാണ്. പക്ഷേ തുർക്കിയിൽ നിർമ്മിച്ച ഡ്രോണുകൾ ഈജിപ്തിനും ലഭ്യമാണ്. തുർക്കിയുടെ ഭരത്യാർ സീരീസ് ഡ്രോണുകൾ വളരെ വിഖ്യാതമായതാണ്. മോഡേൺ ഇലക്ട്രോണിക്സ് വാർഫെയറിൽ ഇസ്രായേൽ മുന്നിലാണ്. ഈജിപ്ത് ഇതുവരെ ഇങ്ങനെയുള്ള ആക്രമണം നടത്തിയതായോ അല്ലെങ്കിൽ ഇവയെ ഫലപ്രദമായി പ്രതിരോധിച്ചതായോ ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് മിസൈൽ പ്രതിരോധം നോക്കിയാൽ ഇസ്രായേൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അയൺ ഡോമുകളാണ്. പക്ഷേ അതിശക്തമായ മിസൈലുകൾ തകർക്കാൻ ഇവ പര്യാപ്തമല്ല. അതുകൊണ്ട് ഇതിനു പുറമെ അമേരിക്ക നൽകുന്ന താഡ് സംവിധാനങ്ങളും ആരോ 2-3 സംവിധാനങ്ങളും ഡേവിഡ് സ്ലിംഗ് തുടങ്ങിയ സംവിധാനങ്ങളുമെല്ലാം ഇസ്രായേൽ പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്നു. ഇസ്രായേലിന് ഏരിയ നോക്കുകയാണെങ്കിൽ ഈജിപ്തിനേക്കാൾ വളരെ ചുരുങ്ങിയ ഒരു സ്ഥലം മാത്രമാണുള്ളത്. അതിനാൽ തന്നെ ഇത്രയും പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇസ്രായേൽ എന്ന രാജ്യത്തെ മുഴുവനായും സംരക്ഷിക്കാനായി ഒരു പരിധിവരെ കഴിയുന്നതാണ്. ഈജിപ്തിൻ്റെ പ്രതിരോധവും വ്യോമസേന പോലെ തന്നെ വളരെ വൈവിധ്യം നിറഞ്ഞതാണ്. റഷ്യൻ, ചൈനീസ്, ഫ്രഞ്ച്, ജർമ്മൻ സംവിധാനങ്ങളാണ് ഈജിപ്ത് ഇതിനായി ഉപയോഗിക്കുന്നത്. റഷ്യൻ നിർമ്മിത S-300 ടോർ M2, കൂടാതെ ചൈനീസ് HQ-9B, US-ൻ്റെ MIM ഹോക്ക്, നസാംസ്, കൂടാതെ ജർമ്മൻ ഐറിസ് TSLM, പഴയ സോവിയറ്റ് BUK സിസ്റ്റങ്ങൾ ഇവയെല്ലാമാണ് ഈജിപ്ത് ഉപയോഗിക്കുന്നത്. ഇവയിൽ തന്നെ ഇസ്രായേൽ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത് റഷ്യയുടെയും ചൈനയുടെയും പ്രതിരോധ സംവിധാനങ്ങളാണ്. അതുപോലെ തന്നെ
സീനായ് പ്രവിശ്യയിൽ ഭൂമിക്കടിയിലായി നിരവധിയായ മിസൈൽ സ്റ്റോറേജ് സംവിധാനങ്ങളും ഈജിപ്റ്റ് ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു യുദ്ധത്തിൽ ആയുധങ്ങളെക്കാളേറെ പ്രാധാന്യം യുദ്ധതന്ത്രത്തിനാണ്. കേവലം 40,000 പോരാളികളും മെഷീൻ ഗണ്ണുകളും അലിയാസിൻ 104 പോലെയുള്ള RPG-കളും ഉപയോഗിച്ച് ഹമാസ് ഇസ്രായേലിനെ ഗസയിലിട്ട് വട്ടം കറക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വിവിധങ്ങളായ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഇറാൻ തകർത്തതും നമ്മൾ കണ്ടതാണ്. നിരന്തരം യുദ്ധം ചെയ്ത് പരിചയമുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും യുദ്ധതന്ത്രങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇവർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചെയ്തു കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാകൂ. ലെബനോനിലെ പേജർ സ്ഫോടനങ്ങളായും ഇറാനിൽ നടത്തിയ മിന്നലാക്രമണങ്ങളായുമെല്ലാം ഇവരുടെ യുദ്ധതന്ത്രങ്ങളെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആരെല്ലാം ഒപ്പമുണ്ടെങ്കിലും ഇസ്രായേലിന് മേൽ വലിയൊരു പ്രഹരമേൽപ്പിക്കാനായി ഈജിപ്തിന് കഴിയും. ഈ സാഹചര്യത്തിൽ ഈജിപ്തും തുർക്കിയും ഇറാനും ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാൽ ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് പോലും സാധിച്ചെന്ന് വരില്ല. നമസ്കാരം.